മതത്തിന്റെ പേരിൽ മതപരമല്ലാത്തത് ചെയ്യലാണ്, മതത്തിന്റെ പേരിൽ മതപരമല്ലാത്തത് ചെയ്യലാണ് ഒരു മതമൗലികവാദിയുടെ മതമെന്ന് ഗാന്ധി പറയുകയുണ്ടായി. ഇതാണ് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽ എനിക്ക് പെടുത്തുവാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. CH മുഹമ്മദ് കോയ സാഹിബ് എല്ലാ വകുപ്പുകളും, എത്രയോ വകുപ്പുകൾ ഭരിച്ചു. ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം, ആഭ്യന്തരമന്ത്രിയായപ്പോഴും നീതിക്കെതിരായി കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. നീതി അദ്ദേഹത്തിന്റെ വഴിയിൽ എപ്പോഴുണ്ടായിരുന്നു. അന്നൊരു പരിപാടിയിൽ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം അടി എല്ലാവർക്കും കിട്ടുമല്ലോ, ചില അടി പോലീസുമാരുടെ ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും കിട്ടിപ്പോയി. CH നേരെ ചിലർ വിമർശിച്ചു. അതിനെ തുടർന്നുണ്ടായ ഒരു യോഗത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, പോലീസിന്റെ വടി, പോലീസിന്റെ ലാത്തി വീണ വായിക്കാനുള്ളതല്ല, പോലീസ് സ്റ്റേഷനുകൾ ആരെയും സൽക്കരിക്കുവാനുള്ള വീടുകളല്ല എന്ന് പറയണ്ടായി. കേരളത്തിൽ പിൽക്കാലത്തെ ആഭ്യന്തരമന്ത്രിമാര് വന്നു. തങ്ങളുടെ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവർക്ക് നേരെ എന്ത് അതിക്രമങ്ങൾ ചെയ്താലും അതിനെ ന്യായീകരിക്കുവാൻ തയ്യാറാകുന്നവർ തങ്ങളുടെ പാർട്ടിക്കാരാവണമെന്നില്ല, പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ. അത്തരം ആളുകൾ എന്ത് ചെയ്താലും അത് തിരിഞ്ഞു നോക്കുവാനും അതിന് പരിഹാരമുണ്ടാക്കുവാനും അവർക്ക് നിയമാനുസൃതമായി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനും തയ്യാറാകാത്തിടത്താണ് മാതൃകായോഗ്യമായി ഇന്നും CH മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്കുകൾ പ്രകാശം സ്ഫുരിച്ചുകൊണ്ട് നിൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായ CH, എൻ്റെ സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്കോളർഷിപ്പ് വാങ്ങിത്തന്നു എന്ന് മാത്രമല്ല, വിദ്യാർത്ഥിനികളോട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം സാന്ദർഭികമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഫാറൂഖ് കോളേജിൽ CH നൽകപ്പെട്ട ഒരു സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പ്രസംഗിച്ചോ പറഞ്ഞു, എനിക്കിവിടെയുള്ള വിദ്യാർത്ഥിനികളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പഠിച്ചു വലുതാവണം. പഠിക്കുക, വീണ്ടും പഠിക്കുക. പക്ഷേ നിങ്ങൾ എത്ര പഠിച്ചാലും ആ പഠനം കൊണ്ടുള്ള നേട്ടം നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ പിതാവിനോ ഒരു കഷ്ണം ശീല കുറച്ച് മതി നിങ്ങളുടെ വസ്ത്രത്തിന് എന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് നിങ്ങൾ തരം താഴരുത് എന്ന് പറഞ്ഞു മഹാനായ CH. ഞാൻ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്രയോ വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം വർഗീയ കോമരങ്ങൾക്കെതിരെ അദ്ദേഹം ഉറഞ്ഞുതുള്ളി. വർഗീയത പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, വർഗീയത പറയുന്നവർ എത്ര വലിയ രാഷ്ട്രീയ ശക്തികളായാലും അതാരാണെങ്കിലും അവർക്കെതിരെ പറയുവാൻ അഹമ്മദ് സാഹിബ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ അതുണ്ട്. പരപ്പനങ്ങാടിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗം, മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് ഇസ്മയിൽ സാഹിബ് പറഞ്ഞാൽ അത് വർഗീയത്വമാണ്. അത് പറയുന്നത് മൗലാന ആസാദ് ആണെങ്കിൽ അത് ദേശീയത്വമാണ്. ഇതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് CH പറഞ്ഞു, അത്തരം ദേശീയതകളെ ഞങ്ങൾ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു എന്ന്. ഈ ആണത്തമാണ് ഒരു മുസ്ലിം നേതാവിനുണ്ടാവേണ്ടത്. അതായിരുന്നു CH-നുണ്ടായിരുന്നത്. CH-ന്റെ വിജയം അതായിരുന്നു. നമ്മളത് പഠിക്കുക, നമ്മൾ ആ വിജയം പകർത്തുക, നമ്മൾ ആ ജീവിതത്തിന്റെ വഴികൾ സ്വീകരിക്കുന്നവരാവുക. തുജേ ആബാസെ അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി कि तू गुफ्तार ओ किरदार तू साबित वो सैयारा गवा दी हमने जो असलाफ से मीरास पाई थी सुरैया से जमीन पर आसमान ने हमको दे मारा. അല്ലാമ ഇഖ്ബാൽ വളരെ മനോഹരമായി പറയുകയാണ്, തുജേ ആബാസെ അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി, നിന്റെ മുൻഗാമികളായ പ്രപിതാക്കളുമായി എന്തു ബന്ധമുണ്ടെന്ന് പറയുവാനാണ് നിനക്ക് സാധിക്കുന്നത്. ഒരു ബന്ധവും നിനക്കില്ല എന്ന് മാത്രമല്ല, കെതൂ ഗുഫ്താർ, എന്തുകൊണ്ടെന്നാൽ നീ പറയുന്നവൻ മാത്രം, ഓ കിർദാർ അവർ ചെയ്യുന്നവരായിരുന്നു, തൂ സാബിത് നീ ഇവിടെ നിൽക്കുന്നവനാണെങ്കിൽ, ഒസയ്യാറ കുന്നുകളും മലകളും മരുഭൂമികളും സമുദ്രങ്ങളും താണ്ടി അവരുടെ ലക്ഷ്യപ്രാപ്തിക്കു വേണ്ടി അവർ സഞ്ചരിക്കുന്നവരായിരുന്നു എന്നാണ് മഹാനായ ഇഖ്ബാൽ ഈ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളതൊരു വഴിയായിട്ട് സ്വീകരിക്കുക. ഇവിടെ സാന്ദർഭികമായി ചില സംഭവങ്ങൾ കൂടെ അനുസ്മരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. CH എത്ര വലിയ ആളായിട്ടും അദ്ദേഹം എല്ലാവരെയും അറിയുന്ന ആളായിരുന്നു. നേതാക്കൾ, സഹപ്രവർത്തകർ, പാവപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ ഒരു രാത്രി